നമ്മളുടെ കയ്യിൽ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു റുബിക്സ് ക്യൂബാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്യൂബിനെ നമുക്ക് എങ്ങനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ക്യൂബിൽ എങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഈ ഒരു ക്യൂബിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഈ ഒരു ക്യൂബ് നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ ഈ ഒരു ക്യൂബിലെ ഏതെങ്കിലും ഒരു വശത്തിലെ ഏതെങ്കിലും ഒരു കളർ നമ്മളിവിടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗ്രീൻ കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യൂബിനെ നമ്മൾ ഡിസോർഡർ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാണ് ഡിസോർഡർ ആക്കുന്നത്. ആ ഡിസോർഡർ ആക്കേണ്ട ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ 4 സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു ക്യൂബ് ഡിസോർഡർ ആക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ചൂസ് ചെയ്തു. എന്നതിന് ശേഷം നമ്മളിവിടെ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിസോർഡർ ആക്കാൻ. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ റൈറ്റ് സൈഡാണ്, അതായത് ഈ ഒരു ക്യൂബിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഇത് ഫസ്റ്റിലത്തെ ഈ ഒരു സ്റ്റെപ്പ്, അതായത് മുകളിലേക്ക് നമ്മുടെ ആരോ മാർക്ക് എങ്ങോട്ടാണോ ആ ഒരു മുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റിലത്തെ ആ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഒരു തവണ ആക്കി. എന്നതിന് ശേഷം രണ്ടാമതൊരു സ്റ്റെപ്പ് ഇതാണ്, അതായത് രണ്ടാമതൊരു സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിച്ചു വയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമതൊരു സ്റ്റെപ്പ് ഏറ്റവും താഴത്തെയുള്ള ലെയർ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ നമ്മൾ തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി നാലാമതൊരു സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത അതേ ലൈനിൽ തന്നെയാണ്, അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡുള്ള പോർഷൻ മുകളിലേക്ക് ഒരു തവണ ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ക്യൂബ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ക്യൂബിനെ നമ്മൾ ഡിസോർഡർ ആക്കി വെച്ചു എന്നുള്ളതാണ്. ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ആദ്യം ചൂസ് ചെയ്തത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എപ്പോഴും ഗ്രീൻ കളറ് വരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും മറന്നു പോകരുത്. നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത് നമ്മുടെ ഈ ഒരു ക്യൂബ് ഡിസോർഡർ ആണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് കളർ ചൂസ് ചെയ്ത് ആ കളറ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഗ്രീൻ ആയിരുന്നു ചൂസ് ചെയ്ത്, ആ ഗ്രീന് തന്നെ നമ്മളുടെ ഫേസ് ചെയ്യുന്ന ഈ രീതിക്ക് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഈ ക്യൂബ് ഡിസോർഡർ ആയി. ഓക്കെ, ഈ രീതിയിലായിരുന്നു നമ്മൾ ഡിസോർഡർ ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തത്. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കളർ നമ്മളുടെ കളർ ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ ആ രീതിക്ക് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇനി സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ക്യൂബിനെ നമ്മൾ ഡിസോർഡർ ആക്കിയിട്ടുള്ള അതേ ക്യൂബിന് തന്നെ നമുക്കറിയാം നമ്മുടെ കളർ ഗ്രീൻ കളറായിരുന്നു നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് പിടിച്ചുകൊണ്ട് ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ക്യൂബിനെ, ഈ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഈ ഒരു ക്യൂബിനെ നമുക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട 4 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഈ രീതിക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് താഴത്തേക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് താഴത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതായത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു തവണ നമ്മൾ തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, അതായത് ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്തുള്ള ഈ ഒരു ലെയർ നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ തിരിച്ചു. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് താഴെയാണ്, അതായത് താഴെ എന്നുള്ളത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, താഴത്തെ ലെയർ റൈറ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തെ ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പും ഇതേപോലെ തന്നെയാണ്. ഒന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നാലാമത്തെ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു തവണ ഇറക്കി വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മളുടെ ക്യൂബ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു. അതായത് നമ്മൾ എങ്ങനെയാണോ ഡിസോർഡർ ആക്കിയത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഓർഡറിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ സോൾവ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിലേക്കും നമ്മൾ തിരിച്ചു വരേണ്ടത്. ഈ 2 ഫോർമാറ്റും നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എങ്കിൽ നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ക്യൂബ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനൊപ്പം
ഒന്ന് ഷെയർ കൂടി ചെയ്യുക. ഒപ്പം നമ്മളുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ.